ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പോൾ ലൈവ് ആസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അതിരടി ടീസർ. ഇത് വെറും അടിയല്ല, അതിരടി. വിനീത് ശ്രീനിവാസൻ്റെ ഡയലോഗ് പോലെ തന്നെ ആ ടീസർ കണ്ടപ്പോൾ നല്ല അടിപൊളിയായിട്ടാണെന്ന് പറയാം. നല്ല ഒറ്റ ടീസർ കൊണ്ട് തന്നെ നല്ലൊരു ഹൈപ്പ് ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം 1.2 മില്യൺ വ്യൂസും കടന്ന് യൂട്യൂബിൽ വ്യൂസ് കുതിക്കുകയാണെന്ന് പറയാം. കാരണം നല്ല രീതിയിലാണ് ആ ടീസർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. വിക്രം റെഫറൻസ്, കമലഹാസൻ്റെ വിക്രം മൂവിയുടെ ആ ഒരു ഡയലോഗ്, ആരംഭിക്കലാമ എന്നുള്ള ഡയലോഗൊക്കെ ഉണ്ട് ടീസറിൽ. വിനീത് ശ്രീനിവാസൻ പറയുന്നുണ്ട്. അപ്പം വിക്രം റെഫറൻസും എല്ലാം കൊണ്ടും നല്ലൊരു എന്താ പറയുന്നത്, ഒരു അടിപൊളി ടീസർ ആണ് അണിയർ പ്രവർത്തകർ പുറത്തു വിട്ടിരിക്കുന്നത്. അതിരടി. വിനീത് ശ്രീനിവാസനെ കൂടാതെ ടൊവിനോ തോമസ് ഉണ്ട്, ബേസിൽ ജോസഫ് ഉണ്ട്. ഈ 3 കോംബോ, അല്ലെങ്കിൽ ഈ 3 പേരുടെ ഒരു കോംബോ എന്നത് തന്നെ മലയാളികൾക്കൊരു എനർജറ്റിക് ആയിരിക്കും. നല്ല എനർജറ്റിക് ഉള്ളൊരു ടീസർ തന്നെയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ബേസിൽ ടൊവിനോ കോംബോ എന്ന് പറയുന്നത് തന്നെ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു കോംബോയാണ്. നമുക്കറിയാം, മിന്നൽ മുരളിയൊക്കെ അദ്ദേഹം ബേസിലായിരുന്നു സംവിധാനം, ടൊവിനോ ആയിരുന്നു നായകൻ. അപ്പോൾ അവർ രണ്ടും കൂടെ ഒന്നിച്ച് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ അതൊരു മലയാളികൾക്കതൊരു എന്താ പറയുന്നത്, ഒരു സർപ്രൈസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവരുടെ 3 പേരുടെ ആ ഒരു കോംബോ എന്നത് തിയേറ്ററിനെ ഇളക്കി മറിക്കുമെന്നാണ് ടീസർ കണ്ടപ്പോൾ തോന്നുന്നത്. ഒരു ആക്ഷൻ മൂവിയാണെന്ന് തോന്നുന്നു. പിന്നെ ടീസറിൽ ഇത് വെറും അടിയല്ല, അതിരടി എന്നാണ് വിനീത് ശ്രീനിവാസൻ പറയുന്നത്. അതിരടി എന്നുള്ള ടൈറ്റിൽ. ഇതിൻ്റെ മറ്റൊന്ന് എന്നെ ആകർഷിച്ച വേറൊന്ന് ഇതിൻ്റെ BGM കാര്യങ്ങളൊക്കെയാണ്. നല്ല അടിപൊളി BGM, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സംവിധായകൻ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ, സംഗീത സംവിധായകൻ വിഷ്ണു വിജയ് ആണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അരുൺ അനിരുദ്ധനാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് സംവിധായകൻ അരുൺ അനിരുദ്ധൻ. അതോടൊപ്പം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫാണ്. ബേസിൽ ജോസഫിൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണിത് നിർമ്മാണം. ഏതായാലും നല്ലൊരു പ്രതീക്ഷയ്ക്ക് വക തരുന്ന ഒരു അടിപൊളി ടീസറാണ് അണിയർ പ്രവർത്തകർ പുറത്തു വിട്ടത്. അടുത്ത വർഷമായിരിക്കും റിലീസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും നല്ല അടിപൊളി ഒരു ടീസർ, നല്ല എനർജറ്റിക് ആയിട്ട്, നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം കൊണ്ടും, ബേസിലായിക്കോട്ടെ, ടൊവിനോ ആയിക്കോട്ടെ, വിനീത് ആയിക്കോട്ടെ, എല്ലാവരും നല്ല ലുക്കും കാര്യങ്ങളും ഒക്കെ, നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളും, മൊത്തം ഒരു യൂത്തിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടീസറാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. ഏതായാലും തിയേറ്ററിൽ ഓളമുണ്ടാക്കാൻ പോകുന്ന തരത്തിലുള്ളൊരു സിനിമയായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തല്ലുമാല വൈബൊക്കെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയതെന്ന് പറയാം. ഏതായാലും നല്ല വൈബുള്ള, നല്ല എനർജറ്റിക്കുള്ള, നല്ല നമ്മുടെ യങ്ങായിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം കൂടെ അടിച്ച് തകർക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇത് വെറും അടിയല്ല, അതിരടി എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ തന്നെ നല്ല അതിരടിയാകട്ടെ. ഏതായാലും ആരംഭിക്കലാമ എന്ന വിക്രം റെഫറൻസൊക്കെ വെച്ച് നല്ല ക്യാച്ചിയായിട്ട് ടീസർ പുറത്ത് വിട്ടിട്ടുണ്ട്. ടൊവിനോയും ബേസിലും വിനീതും കൂടെ ആകുമ്പോഴേക്കും തിയേറ്ററിനെ ഇളക്കി മറിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു പ്രസൻറ്റേഷനും നല്ലൊരു കാര്യങ്ങളുമായിരുന്നു ടീസർ കണ്ടപ്പോൾ. നമ്മൾ ആദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്നൊരു ഇമ്പ്രഷൻ തോന്നും, പരിപാടി കൊള്ളാലോ എന്ന് തോന്നും. ആ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് വെറും അടിയല്ല, അതിരടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.